നേരത്തെ കണ്ടതാണ് കോഴിക്കോട്ടിന്റെ ആവേശം എത്രത്തോളമാണ് എന്നുള്ളത്. യുവാക്കളല്ല, കുടുംബം ഒന്നിച്ചാണ് കോഴിക്കോടെത്തി അവിടെ ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. ഇപ്പോ ഏതുവരെയായി ആഘോഷങ്ങളൊക്കെ? ഇനിവേ 1.5 മണിക്കൂറേ ഉള്ളൂ കഷ്ടിച്ച്. അതെ, സമയം കുറഞ്ഞു വരികയാണ്. 2024 പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. അപ്പോൾ നല്ലൊരു പ്രവേശനം 2024 നല്ല കാലുവെച്ച് കടക്കുക എന്ന് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രത്യാശയാണ് 2024 നല്ലൊരു വർഷം ആരംഭിക്കണം, സന്തോഷമുള്ളതാകണം, ഐശ്വര്യം നിറഞ്ഞതാകണം എന്നത് തന്നെയാണ് എല്ലാവരിലും. അപ്പോൾ ഈ കണ്ടില്ലേ, ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും, മാനാഞ്ചിറ സ്ക്വയറിൽ കൂടുതൽ ആളുകൾ ഒത്തുചേർന്നിട്ടുണ്ട്, കുടുംബമായി തന്നെ എത്തിയിട്ടുണ്ട്. ഈ അവസാന സായാഹ്നം മുതൽ ഉള്ള ആളുകൾ തന്നെയാണ്. അവരിങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നിൽക്കുകയാണ്. ചേട്ടാ, ന്യൂ ഇയർ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ആഘോഷം എങ്ങനെയായി? അടിപൊളിയായി നടക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആഘോഷം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടും ബെറ്റർ ലൈറ്റിനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിങ്ങനെ ഫാമിലി അല്ലേ എല്ലാവരും മാറിയിരിക്കുന്നതാണ്. എല്ലാവരും വന്ന് നിന്നോളൂ. ഞങ്ങൾ ബീച്ചിലേക്കുള്ള പ്രോഗ്രാം ആയിരുന്നു, പക്ഷേ പെട്ടെന്ന് ഈ ലൈറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തു. നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നല്ല അനുഭവമാണ്. ഓക്കെ, താങ്ക് യു. അടിപൊളി. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. ചേച്ചി എങ്ങനെ? നല്ലത്. നിങ്ങളുടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ എങ്ങനെ? അടിപൊളിയാണ്. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ നല്ല ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണല്ലോ, അപ്പുറമൊന്നും പറയില്ല. പിന്നെന്താ, എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. അടിപൊളിയാണ്. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം അടിപൊളിയായിരുന്നു. അതിനെക്കാട്ടും അടിപൊളിയാണ് ഈ വർഷം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങനെ ആഘോഷമൊക്കെ രാഹുൽ, അതാര് പോയി പിടിക്കും? രാഹുൽ ന്യൂ ഇയർ ആഘോഷത്തെ കുറിച്ച് പറഞ്ഞോട്ടെ. ഇല്ല, ഓടി നമുക്ക് ഉണ്ട്, വേറെ ആളുകളുണ്ട്. ചേട്ടാ, ന്യൂ ഇയർ ആഘോഷം സൂപ്പറല്ലേ? വെട്ടി തിളങ്ങല്ലേ ന്യൂ ഇയർ? എന്താ, എല്ലാം അടിപൊളിയാണ്. മോളെ പേരെന്താ? മോള് നിഹാര. നിഹാരക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിഹാര ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു കൊടുക്കും. പാവേ, ഒയ്യോ, സമയമായില്ല, പറയാനുള്ള സമയമില്ല. എങ്ങനെയുണ്ട് ആഘോഷം? അടിപൊളിയാണ്. 2023 എങ്ങനെ? 2023 അടിപൊളിയായിരുന്നു. അതെ, വർഷം എങ്ങനെ ആകണമെന്നാ? അതിലും അടിപൊളിയായിട്ടത് പ്രതീക്ഷിക്കും. ഹലോ, ഓടല്ലേ നിക്ക്, വാ ചേട്ടാ, എന്താ വരുവാ? വാ, നമ്മുടെ ന്യൂ ഇയർ ആഘോഷത്തെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് പോയിക്കോ. നിങ്ങളിങ്ങനെ മടിക്കല്ലേ? ആഘോഷത്തെ കുറിച്ച് പറ, സന്തോഷമൊക്കെ ഒന്ന് പങ്കുവെക്കും. ആഘോഷം ന്യൂ ഇയർ അല്ലേ, അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് മാനാഞ്ചിറ സ്ക്വയറിനെ അലങ്കരിച്ചിരിക്കുകയാണ്. പിന്നെന്താ പറയാ, ഫാമിലി ആയിട്ടാണ് എല്ലാവരും ഉണ്ട്. അവരൊക്കെ വിളിക്കും. സന്തോഷമൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. പരമാവധി ആഘോഷിക്കുക അല്ലേ? പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട് ഈ ലൈറ്റ് ഇട്ട മുതൽ. വൈബാണ്, പറയാണ്ടോ? കോഴിക്കോടിന്റെ വൈബാണ്. താങ്ക് യു. കണ്ട കാഴ്ചകളൊക്കെ പോലെ തന്നെയാണ് ആഘോഷത്തിലാണ് എല്ലാവരും. പുതിയ വർഷം പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. നല്ലതാവണം. കോഴിക്കോടിനെ കുറിച്ച് പ്രത്യേകമായി പറയുമ്പോൾ നിപ്പ 2023 നവംബറിലാണ് വരുന്നത്. അപ്പോൾ അതുപോലെയുള്ള മഹാമാരികളൊക്കെ വന്ന ഒരു ജില്ല കൂടിയാണ് ഇത്തവണ. അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകണം, മുക്തി ഉണ്ടാകണം എന്ന ആഗ്രഹവും പ്രാർത്ഥനയും കൂടിയൊക്കെ തന്നെയാണ് എല്ലാവരിലുമായി ഉള്ളത്. പറഞ്ഞോ, സന്തോഷം പങ്കുവെച്ചോ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവരോടും. ഇപ്പോൾ ആഘോഷമൊക്കെ എവിടം വരെയായി? ആഘോഷമൊക്കെ ഇതുവരെ എത്തി. ഇപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ അവിടെ ഒരുപാട് തിരക്ക് കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫാമിലി ആയിട്ട് ഒന്ന് വന്നിട്ട് പോകാമെന്ന് മാത്രം. സന്തോഷമുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. അടിച്ചു പൊളിച്ചു. ശരി, എന്താ പറയുന്നുണ്ടോ? ഹാപ്പി ന്യൂ ഇയർ. കേൾക്കുന്നില്ല.
ഓക്കെ. അപ്പൊ ആവേശം അത് അങ്ങേയറ്റം തന്നെയാണ് രാഹുൽ കോഴിക്കോട്. കാരണം കോഴിക്കോട്ടെ കാഴ്ചകൾ അത് കുറച്ച് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ കൂടിയാണ്. അവിടെ കുടുംബം ഒന്നടങ്കം വന്നിരുന്ന് അവരിങ്ങനെ ആഘോഷിക്കുന്നു, ആവേശത്തോടെ മുന്നോട്ട് പോകുന്നു.